Hello students. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് 3-phase ഇൻഡക്ഷൻ മോട്ടോഴ്സ്. ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഇന്ന് ഇൻട്രൊഡക്ഷൻ ആണ് 3-phase ഇൻഡക്ഷൻ മോട്ടോഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സിമ്പിളായിട്ടുള്ള കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസും ആണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. First point is the 3-phase induction motors are the most widely used electric motors in industry. ഇൻഡസ്ട്രീസിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മോട്ടോഴ്സാണ് ഇൻഡക്ഷൻ മോട്ടോഴ്സ്. എവിടെയും ഇൻഡക്ഷൻ മോട്ടോഴ്സിൻ്റെ അപ്ലിക്കേഷൻ വളരെ വലിയ അപ്ലിക്കേഷൻസ് ഏറ്റവും കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക്കൽ മെഷീനാണ് ഇൻഡക്ഷൻ മെഷീൻസ്. അത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആയിക്കോട്ടെ 3-phase ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ അപ്ലിക്കേഷനുള്ള മോട്ടോഴ്സാണ് 3-phase ഇൻഡക്ഷൻ മോട്ടോഴ്സും ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്നുള്ള കാറ്റഗറി. They run at essentially constant speed from no load to full load. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഇത്രയും കൂടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് ആണ് പറയുന്നത്. അവർ കോൺസ്റ്റന്റ് നോ ലോഡ് ടു ഫുൾ ലോഡ് റൺ അറ്റ് കോൺസ്റ്റന്റ് സ്പീഡ്. അതുകൊണ്ടാണ് അത് എത്രയും ആപ്ലിക്കേഷൻ കൂടുതലാവാൻ കാരണം. അതുപോലെ തന്നെ 3-phase ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആർ സിമ്പിൾ, റെസ്റ്റ് ആൻഡ് ലോ പ്രൈസ്ഡ്, ഈസി ടു മെയിൻറ്റെയിൻ ആൻഡ് ക്യാൻ ബി മാനുഫാക്ചർഡ് വിത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ടു സ്യൂട്ട് മോസ്റ്റ് ഇൻഡസ്ട്രിയൽ റിക്വയർമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ 3-phase ഇൻഡക്ഷൻ മോട്ടോഴ്സിൻ്റെ പ്രത്യേകത അത് സിമ്പിളാണ്. സിമ്പിളാണ് കാരണം അതിൻ്റെ കൺസ്ട്രക്ഷൻ അതിൻ്റെ ഡിസൈനിങ് ഒക്കെ സിമ്പിളാണ്. അതുപോലെ തന്നെ അത് റിജിഡ് ആണ്. അതുപോലെ തന്നെ ലോ പ്രൈസ്ഡ് ആണ്. അതുപോലെ തന്നെ ഈസി ടു മെയിൻറ്റെയിൻസ് ആണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. കാശ് വളരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഈസിയാണ്, കാശ് കുറവാണ്, സിമ്പിളായിട്ട് തന്നെ അതിൻ്റെ ഡിസൈനിങ് ഒക്കെ നടത്താൻ പറ്റുന്ന മെഷീനാണ് 3-phase ഇൻഡക്ഷൻ മോട്ടോഴ്സ്. അതുകൊണ്ട് തന്നെയാണ് അത് ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. 3-phase ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഹാസ് സ്റ്റാർട്ടർ ആൻഡ് റോട്ടർ. അതിനും രണ്ട് പാർട്സ് ആണ് 3-phase ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഉള്ളത്, മെയിൻലി സ്റ്റാർട്ടർ ആൻഡ് റോട്ടർ. സ്റ്റാർട്ടർ സ്റ്റേഷനറി പാർട്ടാണ്, റോട്ടർ റൊട്ടേറ്റിംഗ് പാർട്ടാണ്. മുമ്പത്തെ ക്ലാസ്സിലൊക്കെ DC മെഷീൻസ് ഒക്കെ പഠിച്ചപ്പോൾ സ്റ്റാർട്ടറും റോട്ടറൊക്കെ അതിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3-phase ഇൻഡക്ഷൻ മോട്ടറിൽ ദ സ്റ്റാർട്ടർ ക്യാരീസ് 3-phase വൈൻഡിങ് ഇസ് കോൾഡ് സ്റ്റാർട്ടർ വൈൻഡിങ്. സ്റ്റാർട്ടറിൽ 3-phase വൈൻഡിങ് ആണുള്ളത്, അതാണ് സ്റ്റാർട്ടറിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ റോട്ടർ ക്യാരീസ് ഷോർട്ട് സർക്യൂട്ടഡ് വൈൻഡിങ് കോൾഡ് റോട്ടർ വൈൻഡിങ്. അപ്പോൾ സ്റ്റാർട്ടറിലുള്ളത് 3-phase വൈൻഡിങ്, അതുപോലെ തന്നെ റോട്ടറിലുള്ളത് ഷോർട്ട് സർക്യൂട്ടഡ് വൈൻഡിങ് ആണ്. ഇതാണ് ഇവിടെ ഇൻഡക്ഷൻ മോട്ടോഴ്സിൽ സ്റ്റാർട്ടറും റോട്ടറും തമ്മിലുള്ള ഡിഫറൻസ്. സ്റ്റാർട്ടറിലുള്ളത് 3-phase വൈൻഡിങ്, പക്ഷേ റോട്ടറിലുള്ളത് ഷോർട്ട് സർക്യൂട്ടഡ് വൈൻഡിങ് ആണ് ഉള്ളത്. Only the stator winding is fed from 3-phase supply. അപ്പോൾ സ്റ്റാർട്ടർ സപ്ലൈ കൊടുക്കുന്നത് 3-phase ഇൻഡക്ഷൻ മെഷീൻസിൽ ഇൻഡക്ഷൻ മോട്ടോഴ്സിൽ സപ്ലൈ കൊടുക്കുന്നത് ഏതിലേക്കാണ്? സ്റ്റാർട്ടറിലേക്കാണ്. അപ്പോൾ 3-phase ആയതുകൊണ്ട് തന്നെ 3-phase സപ്ലൈ ആണ് സ്റ്റാർട്ടറിലേക്ക് വരുന്നത്. അപ്പോൾ ഇനി റോട്ടറോ? റോട്ടർ വൈൻഡിങ് ഡിറൈവ്സ് ഇറ്റ്സ് വോൾട്ടേജ് and power from the externally energized stator winding through electromagnetic induction and hence the name. അപ്പോൾ സ്റ്റാർട്ടറിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത് ഒരു ഇൻഡക്ഷൻ മോട്ടോഴ്സിൽ സപ്ലൈ കൊടുക്കുന്നത് സ്റ്റാർട്ടേഴ്സിലും, അതുപോലെ തന്നെ റോട്ടർ അത് വോൾട്ടേജ് അതിൻ്റെ പവറൊക്കെ അത് ഉണ്ടാവുന്നത് അത് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണ്. സ്റ്റാർട്ടറിൽ സപ്ലൈ കൊടുത്തു, അവിടെ നിന്നുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണ് റോട്ടറിൽ റോട്ടർ എനർജൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത്. കാരണം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. ദ ഇൻഡക്ഷൻ മോട്ടർ may be considered to be a transformer with a rotating secondary and it can therefore be described as a transformer type AC machine in which electrical energy is converted into mechanical energy. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടറിനെ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ പറയാം? ഒരു നമ്മൾ സാധാരണ പഠിച്ച നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച ട്രാൻസ്ഫോമർ, ആ
ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി റൊട്ടേറ്റിംഗ് ആയാൽ അതെങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക? അതുപോലെയാണ് ഇൻഡക്ഷൻ മോട്ടർ. അതുകൊണ്ട് തന്നെ ഇൻഡക്ഷൻ മോട്ടറിനെ ട്രാൻസ്ഫോമർ ടൈപ്പ് AC മെഷീൻ എന്ന് പറയും. പിന്നെ ഇൻഡക്ഷൻ മോട്ടർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്? അത് വിച്ച് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് ഇൻഡക്ഷൻ മോട്ടർ വർക്ക് ചെയ്യുന്നത്. അത് ഇലക്ട്രിക്കൽ എനർജിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് it is simple and rigid construction. Second, it is relatively cheap. It requires little maintenance. It has high efficiency and reasonably good power factor. It has self-starting torque. ഇതൊക്കെയാണ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ അഡ്വാൻറ്റേജസ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ സിമ്പിൾ ആൻഡ് റിജിഡ് ആണ്, സിമ്പിളാണ്. അതുപോലെ തന്നെ ചീപ്പാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ചീപ്പാണ്, മെയിൻ്റനൻസ് കുറവാണ്, എഫിഷ്യൻസി വളരെ കൂടുതലാണ്, അതിൻ്റെ ഗുഡ് പവർ ഫാക്ടറാണ്, അതുപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ടിംഗ് ടോർക്കുണ്ട്, സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. ഇതൊക്കെയാണ് ഇൻഡക്ഷൻ മോട്ടോഴ്സിൻ്റെ അഡ്വാൻറ്റേജസ്. അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക്. സ്റ്റാർട്ടിംഗ് ടോർക്ക് കുറവാണ്, low ആണ്. Starting torque is less. As load increases, speed decreases. ലോഡ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ സ്പീഡ് കുറയും. സ്പീഡ് കൺട്രോൾ മെക്കാനിസം റിക്വയർസ് അഡീഷണൽ എക്സ്പെൻസ്. അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് ടോർക്ക് കുറവായത് കൊണ്ട് തന്നെ സ്പീഡ് കൺട്രോൾ മെക്കാനിസം, അതിൻ്റെ സ്പീഡ് കൺട്രോൾ മെക്കാനിസം ആവശ്യമുണ്ട്. സ്റ്റാർട്ടിംഗ് ടോർക്ക് കുറവാണ്. അതുപോലെ തന്നെ ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്പീഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അതിന് അഡീഷണൽ ആയിട്ടുള്ള ഒരു സ്പീഡ് കൺട്രോൾ മെക്കാനിസം ആവശ്യമുണ്ട്. ഇതൊരു എക്സ്ട്രാ കോസ്റ്റ് വരും. അതൊക്കെയാണ് ഇതിൻ്റെ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിലേക്ക് പോവാം. നേരത്തെ പറഞ്ഞു, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന് 2 പാർട്സ് ആണ് മെയിനായിട്ടുള്ളത്, സ്റ്റാറ്റർ ആൻഡ് റോട്ടർ. The rotor is separated from the stator by a small air gap which ranges from 0.4 mm to 4 mm depending on the power of the motor. അപ്പോൾ ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മെഷീൻസിൽ സ്റ്റാറ്ററും റോട്ടറും തമ്മിലുള്ള ഡിഫറൻസ് ഒരു ചെറിയൊരു എയർ ഗ്യാപ്പ് ഉണ്ടാവും സ്റ്റാറ്ററും റോട്ടറും തമ്മിൽ. അതിൻ്റെ എയർ ഗ്യാപ്പിൻ്റെ വിഡ്ത്താണ് പറയുന്നത് 0.4 mm മുതൽ 4 mm വരെ. അതായത് അതിൻ്റെ പവർ റൈറ്റിംഗ് അനുസരിച്ച് ഓരോ മെഷീൻസിൻ്റെ പവർ റൈറ്റിംഗ് അനുസരിച്ച് അതിൻ്റെ എയർ ഗ്യാപ്പ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ അതാണ് ഒരു ചെറിയൊരു എയർ ഗ്യാപ്പ് ഉണ്ടാവും സ്റ്റാറ്ററും റോട്ടറും തമ്മിൽ 3 ഫേസ് ഇൻഡക്ഷൻ മെഷീൻസിൽ. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റർ. ഇതാണ് 3 ഫേസ് ഇൻഡക്ഷൻ മെഷീൻ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരക്കാൻ പറ്റിയ അതിൻ്റെ ഡ്രോയിങ് ആണ്, കണ്ടില്ലേ? ഇതാണ് സ്റ്റാറ്റർ. സ്റ്റാറ്റർ കോറ്, ഇതതിൻ്റെ ഫ്രെയിം. ഓക്കെ, അപ്പോൾ സ്റ്റാറ്ററിൻ്റെ പ്രത്യേകത, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സ്റ്റീൽ ഫ്രെയിം വിച്ച് എൻക്ലോസസ് എ ഹോളോ cylindrical core. The core is made up of thin lamination of silicon steel to reduce hysteresis and eddy current losses. A number of evenly spaced slots are provided on the inner periphery of the laminations. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത്? സ്റ്റാറ്റർ സ്റ്റീൽ ഫ്രെയിം കൊണ്ടാണ് സ്റ്റാറ്റർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കോർ ഹോളോ സിലിണ്ട്രിക്കൽ കോറാണ്. പിന്നെ തിൻ ലാമിനേഷൻ, സിലിക്കൺ സ്റ്റീലിൻ്റെ തിൻ ലാമിനേഷൻസ് ഉള്ള സിലിക്കൺ സ്റ്റീൽ വെച്ചിട്ടാണ് കോർ മേടിപ്പിച്ചിട്ടുള്ളത്. എന്തിനാണ് ലാമിനേഷൻസ് കൊടുക്കുന്നത്?
എഡ്ഡി കറന്റ് ലോസ് കുറക്കാൻ വേണ്ടി. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്, എഡ്ഡി കറന്റ് ലോസ് എങ്ങനെ കുറക്കാമെന്നുള്ളതൊക്കെ. അപ്പോൾ അതിനെയാണ് ലാമിനേഷൻസ് ചെയ്യുന്നത്. സ്റ്റീൽ, സിലിക്കൺ സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്. ഫോർ വാട്ട്? ഹിസ്റ്ററിസിസ് ലോസ് കുറക്കാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ കോർ ഉണ്ടാക്കുന്നത് സിലിക്കൺ സ്റ്റീൽ ലാമിനേറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് കോർ ഉണ്ടാക്കുന്നത് ഇൻഡക്ഷൻ മെഷീൻസിൽ. അതുപോലെ തന്നെ അത് ഇന്നർ പെരിഫറിയിൽ ഈവൻ ഒരുപോലെ സ്പേസ് ചെയ്ത സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫിഗർ കണ്ടില്ലേ? ഈവൻലി സ്പേസ്ഡ് സ്ലോട്ടാ, ഇതാണ് സ്ലോട്ട്സുകൾ. നെക്സ്റ്റ്, the insulated connected to form a balanced three-phase star or delta connected circuit. അപ്പോൾ ഇതിൽ സ്റ്റാറ്ററിലെ കണക്ഷന് 3-phase സ്റ്റാർ കണക്ഷൻ ആവാം, അല്ലെങ്കിൽ ഡെൽറ്റ കണക്ഷൻ സർക്യൂട്ട് ഉണ്ടാവാം. Three-phase star winding is wound for a definite number of poles as per requirement of speed. Greater the number of poles, lesser is the speed of the motor and vice versa. When a three-phase supply is given to the stator winding, a rotating magnetic field of constant magnitude is produced. This rotating field induces currents in the rotor by electromagnetic induction. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ ഒരു 3-phase സ്റ്റാർ വൈൻഡിങ് ആണെന്നുണ്ടെങ്കിൽ അതിലൊരു ഡെഫിനിറ്റ് നമ്പർ ഓഫ് പോൾസ് ഉണ്ടാവും ആ മെഷീൻസിന്. അപ്പോൾ ഇത് ഈ പോൾസ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ സ്പീഡ്, എത്ര സ്പീഡ് വേണം എന്നതിനനുസരിച്ചുള്ള പോൾസ് ആയിരിക്കും ആ മെഷീൻസിൽ ഉണ്ടാവുക. പോൾസ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? സ്പീഡ് മോട്ടറിൻ്റെ കുറയും. അപ്പോൾ കൂടുതൽ നല്ല സ്പീഡുള്ള മോട്ടർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പോൾസ് എന്ത് ചെയ്യണം? കുറക്കണം. സ്പീഡ് കുറവുള്ള മോട്ടറാണ്, ലാർജ് മോട്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോൾസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. പിന്നെ ഇതിൽ 3-phase സപ്ലൈ കൊടുക്കുമ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ വർക്കിങ്ങിൽ പഠിക്കും. നമ്മൾ 3-phase സപ്ലൈ ആണ് ഇൻഡക്ഷൻ സ്റ്റാറ്ററിലേക്ക് കൊടുക്കുന്നത് അല്ലേ? 3-phase വൈൻഡിങ് ആണ്. അപ്പോൾ ആ 3-phase വൈൻഡിങ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. അങ്ങനെ ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഹിച്ചിട്ട് റോട്ടറിൽ കറന്റ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയൊക്കെ അത് കാരണം അവിടെ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? മോട്ടർ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ വർക്കിംഗ് നമ്മൾ പഠിക്കാം. അപ്പോൾ ഈ 3-phase സപ്ലൈ ഈ സ്റ്റാറ്ററിൽ കൊടുക്കുന്നത് കാരണം അത് എന്തിന് സഹായകമാകുന്നു? അവിടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തത് കൊണ്ടാണ് അവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എവിടെ ഉണ്ടാകുന്നത്? റോട്ടറിൽ ഉണ്ടായിട്ട് അവിടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി അവിടെ കറൻ്റൊക്കെ ജനറേറ്റ് ചെയ്യുന്നു. അങ്ങനെ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് റോട്ടർ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ 3-phase സപ്ലൈ ആണ് സ്റ്റാർട്ടിലേക്ക് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോട്ടർ. ഇതിൽ റോട്ടർ, there are 2 types of a rotor and hence 2 types of a 3-phase induction motor. 2 ടൈപ്പ് റോട്ടർ കണക്ഷൻ ഉണ്ട്. ഏതൊക്കെയായിരുന്നു? സ്ക്വിറൽ കേജ് റോട്ടർ, സ്ലിപ്പ് റിംഗ് റോട്ടർ ഓർ വൗണ്ട് റോട്ടർ. ഇങ്ങനെ 2 ടൈപ്പ് റോട്ടറാണുള്ളത്. ഈ 2 ടൈപ്പ് റോട്ടർ ഉണ്ടായത് കൊണ്ട് തന്നെ 2 ടൈപ്പ് 3-phase ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഉണ്ട്. സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ ഉണ്ട്, സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഉണ്ട്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ക്വിറൽ കേജ് റോട്ടർ. സ്ക്വിറൽ കേജ് റോട്ടർ നോക്കാം. It consists of a laminated cylindrical core with parallel slot on its outer periphery. On copper or aluminium bars is placed in each slot. Okay, all these bars are joined at each end by metal rings called end rings.
This forms a permanently short-circuited winding which is indestructible. The entire construction looks similar to that of a squirrel cage, hence the name squirrel cage induction motor. The rotor is not connected electrically to the supply but has current induced it by transformer action from the stator. അപ്പോൾ എന്തൊക്കെയാണ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറെ കുറിച്ച് പറഞ്ഞത്? സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലാമിനേറ്റ് ചെയ്ത സിലിണ്ടറിക്കൽ കോറായിരിക്കും. എന്നിട്ട് അതിൻ്റെ അതിന് എന്തായിട്ടുണ്ടാവും, അതിൻ്റെ ഔട്ടർ പെരിഫറിയിൽ പാരലൽ സ്ലോട്ട്സ് ഉണ്ടാവും. അങ്ങനെ ഫിഗർ കാണിച്ചു തരാം. എന്നിട്ട് ഇതിൻ്റെ എൻഡിൽ, ഓരോ സ്ലോട്ടിൻ്റെ എൻഡിൽ കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം ബാർ വെച്ചിട്ടായിരിക്കും അത് എൻഡിൽ ഉണ്ടാവുക. എന്നിട്ട് ഈ എല്ലാ ബാർസും കൂടി എന്ത് ചെയ്യും, ജോയിൻ ചെയ്യും. അപ്പോൾ അത് കാരണം എന്തുണ്ടാവും, ഒരു ഷോർട്ട് സർക്യൂട്ടഡ് വൈൻഡിങ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ഇനീഷ്യലി പറഞ്ഞു റോട്ടർ എന്ന് പറഞ്ഞാൽ അത് ഷോർട്ട് സർക്യൂട്ടഡ് വൈൻഡിങ് ആണ്, സിംഗിൾ ഷോർട്ട് സർക്യൂട്ടഡ് വൈൻഡിങ് ആയിട്ടാണ് അത് ബിഹേവ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഓരോ ഇതിലുണ്ടാവും, ഓരോ സ്ലോട്ടിലും അതിൻ്റെ എൻഡിൽ കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം ബാർ ഉണ്ടാവും. ആ കോപ്പർ അലുമിനിയം ബാറ് നമ്മളൊരു മെറ്റൽ റിങ് വെച്ചിട്ട് അത് പരസ്പരം ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അതൊരു ഷോർട്ട് സർക്യൂട്ടഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മൊത്തമായിട്ട് കൺസ്ട്രക്ഷൻ നോക്കുമ്പോൾ ഒരു സ്ക്വിറലിൻ്റെ കേജിനെ പോലെ ഉണ്ടാവും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. അതുകൊണ്ടാണ് ഇതിന് സ്ക്വിറൽ കേജ് റോട്ടർ എന്നുള്ള പേര് വന്നത്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എന്താ വെച്ചാൽ, സ്ക്വിറൽ കേജ് റോട്ടർ ഇലക്ട്രിക്കലുമായിട്ട് സപ്ലൈയുമായിട്ട് ഇലക്ട്രിക്കലി കണക്റ്റഡ് അല്ല. പക്ഷേ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി അതിലെന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോയിന്റാണ് സ്ക്വിറൽ കേജ് റോട്ടർ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പിന്നെ നെക്സ്റ്റ് നോക്കാം, അതിൻ്റെ നോക്കാം. ഓക്കെ, ഇതാണ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഫിഗർ. കണ്ടില്ലേ, സിമ്പിളാക്കി കാണിച്ച ഫിഗറാണ്. എൻഡ് റിങ്സ് കാണില്ലേ, എൻഡ് റിങ്സ് ആണ് ഷോർട്ട് ടൈം ചെയ്ത റിങ്സ്. ഓക്കെ. പിന്നെ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ വെച്ചാൽ അത് സിമ്പിളാണ്, റോബസ്റ്റ് ആണ് കൺസ്ട്രക്ഷൻ. സിമ്പിൾ കൺസ്ട്രക്ഷൻ ആണ്, അതുപോലെ തന്നെ വളരെ പവർഫുൾ കൺസ്ട്രക്ഷൻ ആണ്. സ്റ്റാർട്ടിംഗ് ടോർക്ക് കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് റെസിസ്റ്റൻസ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാനൊന്നും പറ്റില്ല. ഇതാണ് അതിൻ്റെ വൗണ്ട് റോട്ടറുമായുള്ള ഡിഫറൻസ് തന്നെ ഇതാണ്. നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് റെസിസ്റ്റൻസ് ആഡ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇൻക്രീസ് ചെയ്യാൻ തന്നെ പറ്റില്ല. ഇതൊക്കെയാണ് ഒരു സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഫീച്ചേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് ടോപ്പിക് സ്ലിപ്പ് റിംഗ് ഓർ വൗണ്ട് റോട്ടർ. കണ്ടില്ലേ, ഇതാണ് ഫിഗർ. സ്ലിപ്പ് റിംഗ് ബ്രഷസ്, റിയോസ്റ്റാറ്റ്, എക്സ്റ്റേണൽ ആയിട്ട് ആഡ് ചെയ്ത റിയോസ്റ്റാറ്റ്. It consists of laminated cylindrical core and carries three-phase star-connected winding. The open end of the star-connected three-phase winding are brought outside and connected to a three insulated slip rings. The slip rings are placed on the shaft. Brushes rest on each slip rings. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, സ്ലിപ്പ് റിംഗ് അല്ലെങ്കിൽ വൗണ്ട് റോട്ടറിലെ പ്രത്യേകത, അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാമിനേറ്റഡ് സിലിണ്ടറിക്കൽ കോർ ഉണ്ടാവും. പിന്നെ ഇതിൽ ത്രീ ഫേസ് വൈൻഡിങ് ആണ് ഇത് ക്യാരി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റാർ കണക്റ്റഡ് ത്രീ ഫേസ് വൈൻഡിങ്ങിൻ്റെ ഓപ്പൺ എൻഡ് എന്ത് ചെയ്യും, അത് ജോയിൻ ചെയ്യുമ്പോൾ ഇതുമായിട്ട് മൂന്ന് സ്ലിപ്പ് റിംഗ് ഔട്ട്സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഷാഫ്റ്റിലുണ്ടാവും. ഈ റോട്ടർ ഷാഫ്റ്റിലാണ് ഈ സ്ലിപ്പ് റിങ്സ് ഉണ്ടാവുക. സ്ലിപ്പ് റിംഗ് റോട്ടർ ഷാഫ്റ്റിലായിരിക്കും മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. അതിലേക്ക് എന്ത് ചെയ്യും, ജോയിൻ ചെയ്യും.
ഈ 3 ഫേസ് വൈൻഡിങ്ങിൻ്റെ ഓപ്പണൻറ്റ് റോട്ടർ ഷാഫ്റ്റിൽ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ലിപ്പ് റിങ്ങുമായിട്ട് എന്ത് ചെയ്യും, ജോയിൻ ചെയ്യും. ഓക്കെ, ഓരോ സ്ലിപ്പ് റിങ്ങിൻ്റെ മുകളിൽ എന്തുണ്ടാവും, ബ്രഷസ് ഉണ്ടാവും. പ്രത്യേക കണക്ഷൻ എന്തായിരുന്നു, ബ്രഷസ് ആർ കണക്റ്റഡ് ടു ദി സ്റ്റാർ കണക്റ്റഡ് റിയോസ്റ്റാറ്റ്. ഫിഗർ കണ്ടല്ലോ, ആ ബ്രഷസ് നേരെ എവിടെ കണക്ട് ഉണ്ടാവും, റിയോസ്റ്റാറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. എന്തിനാണ് ഈ റിയോസ്റ്റാറ്റുമായി ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ വൗണ്ട് റോട്ടിൽ പ്രത്യേകത നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് റിയോസ്റ്റാറ്റ് റെസിസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തിനാണ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് സ്റ്റാർട്ടിങ് സമയത്ത് ഈ ഇൻഡക്ഷൻ മോട്ടറിൽ വൗണ്ട് റോട്ടറിൽ എന്തിനു വേണ്ടിയാണ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തതെന്ന് വെച്ചാൽ, ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദി സ്റ്റാർട്ടിംഗ് ടോർക്ക്. സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ത് ചെയ്യും, അത് കാരണം ഇൻക്രീസ് ചെയ്യും. ലാർജ് സ്റ്റാർട്ടിംഗ് ടോർക്ക് നമുക്ക് കിട്ടും. നെക്സ്റ്റ് റിഡ്യൂസസ് ദ സ്റ്റാർട്ടിംഗ് കറന്റ്. സ്റ്റാർട്ടിംഗ് കറന്റ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. കൺട്രോൾസ് ദ മോട്ടർ സ്പീഡ്. മോട്ടർ സ്പീഡ് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. ഏതൊക്കെയാണ്, ടു പ്രൊവൈഡ് ലാർജ് സ്റ്റാർട്ടിംഗ് ടോർക്ക്, ഡിക്രീസസ് ദ സ്റ്റാർട്ടിംഗ് കറന്റ്, കൺട്രോൾസ് ദ മോട്ടർ സ്പീഡ്. പിന്നെ ഇതിൽ ഈ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, ഗ്രാജുവലായിട്ട് റെഡ്യൂസ് ചെയ്ത് മോട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റെഡ്യൂസ് ചെയ്ത് 0ലേക്ക് കൊണ്ടുവരും. അത് റിയോസ്റ്റാറ്റാണ് നമ്മൾ യൂസ് ചെയ്യാം. സ്റ്റാർട്ടിംഗ് പീരിയഡിൽ മാത്രമേ ഈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ചെയ്യാനുള്ളൂ, യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വൗണ്ട് റോഡിൽ പ്രത്യേകം എന്താ വെച്ചാൽ, നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് റെസിസ്റ്റൻസ് ആഡ് ചെയ്യാൻ പറ്റും സ്റ്റാർട്ടിംഗ് ടൈമിൽ. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്രഷ് എല്ലാതും കൂടി 3 ബ്രഷസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 3 ബ്രഷും കൂടിയാണ് ഷോർട്ട് ചെയ്യും. ഷോർട്ട് ചെയ്യുമ്പോൾ ഒരു സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് തീർന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. ഓക്കെ.